പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങളിൽ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം MS ആശ. ഒരുപാടധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. ആനകൾ നാട്ടിലോട്ട് ഇറങ്ങുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്ത് ഇൻസിഡന്റ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വന്നാലും ഉടനെ നമ്മൾ പറയുന്നൊരു കാര്യമാണിത്. മാഡം അതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പോൾ വളരെ കാലമായിട്ട് മാഡം അതിന് വേണ്ടിയിട്ട് മൃഗാവകാശ പ്രവർത്തകയായിട്ട് അത്തരം മേഖലകളിൽ സജീവമായ ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഇടപെടുമ്പോൾ, ഇപ്പോൾ തെരുവ് നായ്ക്കൾക്ക് വേണ്ടി നമ്മൾ വാദിക്കുമ്പോൾ, ആ തെരുവ് നായ കടിച്ചു എന്തെങ്കിലും അപകടം പറ്റിയ ഒരു കുട്ടിയുടെ അമ്മയോ അച്ഛനോ ഒക്കെ നമുക്ക് പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആന വന്ന് ആക്രമിച്ച് വീട് നഷ്ടപ്പെട്ട ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നഷ്ടം വെച്ചിട്ട് നമുക്ക് മൃഗസ്നേഹം എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യുന്നതിൽ വളരെയധികം വിളികളുണ്ട്. അതെങ്ങനെയാണ് തരണം ചെയ്യുന്നത്? അല്ല, അത് ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടിയെ ഒരു നായ കടിച്ചു, അതിന്റെ അമ്മയോട് പോയിട്ട് നായ കടിച്ചത് നായക്ക് വിശന്നിട്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പോയിന്റിൽ, ആ ഒരു സംഘർഷാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് സാധ്യമല്ല. പക്ഷെ നമ്മളിത് പറയും. പലപ്പോഴും നമ്മൾ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളാരും നായയുടെ ഭക്ഷണമല്ല, അല്ലേ? ഇപ്പം എന്നെ കടിച്ച് തിന്നാനല്ല, എന്നെ കടിച്ച് തിന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടല്ല ഒരു നായ ഉണ്ടാവണം. നായ കടിക്കുന്നതിന് ഒരു റീസൺ ഉണ്ടാവും, ഒന്നല്ല 2-3 റീസൺസ് ഉണ്ടാവും. അപ്പം നമ്മളിപ്പോൾ ഒരു സ്റ്റഡിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നായ പ്രധാനമായിട്ട് കടിക്കുന്ന വിശന്നിട്ടാണ്. ഭയങ്കരമായ വിശപ്പുണ്ടെങ്കിൽ നായ കടിക്കും. കാര്യം നമ്മളും കടിക്കും. ഇന്നിപ്പോൾ എനിക്ക് ആഹാരം കിട്ടിയില്ല, നാളെയും കിട്ടില്ല, 10 ദിവസം കഴിഞ്ഞും കിട്ടില്ല, എന്ന് കിട്ടുന്ന എനിക്ക് ഉറപ്പില്ലെങ്കിൽ എൻ്റെ ഭാഷ ഇതായിരിക്കുമോ, ആശയുടെ ഭാഷ ഇതായിരിക്കുമോ, നമ്മുടെ ഭാഷ തന്നെ മാറും. അതേ അവസ്ഥയാണ് ഈ വഴി കിടക്കുന്ന ജീവികൾക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭത്തിലായിരിക്കും ഒരു കുട്ടി വരുന്നത്. പലപ്പോഴും കുട്ടിയുടെ ശരീരത്തിൽ ഭക്ഷണത്തിന്റെ മണം ആലോചിച്ച് നോക്കിക്കോളൂ. നമ്മളെക്കാളും 80% ഘ്രാണശക്തിയുള്ള ഒരു ജീവിയാണ്. അപ്പൊ ഈ കുട്ടി തലേദിവസം കഴിച്ച ഭക്ഷണത്തിന്റെ മണം പോലും ഒരു നായയ്ക്ക് മണക്കാൻ പറ്റും. അപ്പൊ അതായിരിക്കും ഒരു പക്ഷേ ട്രിഗർ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു സമൂഹം ഹോസ്റ്റൈൽ ആവുമ്പോൾ, ഇവിടെ ഈ നാട്ടിലുള്ള മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എല്ലാം അതിനെ എറിയുന്നുണ്ട്, അടിക്കുന്നുണ്ട്, ഷൂഷു എന്ന് പറഞ്ഞ് ഓടിക്കുന്നുണ്ട്, അതിന്റെ കുഞ്ഞുങ്ങളെ ചാക്കി കെട്ടിക്കൊണ്ട് കളയുന്നുണ്ട്, അല്ലെങ്കിൽ അടിച്ചോടിക്കുന്നുണ്ട്, തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സമൂഹം ഇടപഴകുമ്പോൾ നായ സ്വാഭാവികമായിട്ട് പ്രതികരിക്കും. അത് നോക്കുന്നത് ഈസി ടാർഗറ്റിനെ ആയിരിക്കും, ഒന്നുകിൽ ഒരു കുട്ടി അല്ലെങ്കിൽ വയസ്സായ ഒരാൾ. അപ്പൊ ഈ നായ എന്താണ്? നായ ഒരു പാക്ക് ആനിമലാണ്. അത് വിചാരിക്കുന്നത് നമ്മളെല്ലാം പാക്കാണെന്നാണ്. ഞാൻ ഉപദ്രവിച്ചിട്ട് ആശയെ കടിച്ചാൽ അത് എന്നെ എഫക്റ്റ് ചെയ്യും എന്നാണ് ആ ജീവി വിചാരിക്കുന്നത്. അങ്ങനെയാണ് പലപ്പോഴും കടി സംഭവിക്കുന്നത്. അതൊരു പാക്ക് സ്വഭാവം കാണിക്കുകയാണ്. നിങ്ങൾ പാക്കാണ്, ഇപ്പൊ എന്നെ ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഒരാളെ കടിക്കും. ആരെ കടിക്കും? ഈസി ടാർഗറ്റിനെ കടിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അപ്പം അവർക്ക് മനസ്സിലാവില്ല, ഒരിക്കലും മനസ്സിലാക്കില്ല. ആ സമയം തിരിച്ച് ഭയങ്കരയുടെ ചീത്തയൊക്കെ കേൾക്കും, ഭയങ്കരയുടെ വഴക്കൊക്കെ പറയും. പക്ഷെ പിന്നീട് പലപ്പോഴും അവർ തന്നെ പറയാറുണ്ട്, മാഡം ഞാൻ അന്ന് പറഞ്ഞത് എന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാര്യം ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഈ കടിച്ച നായ ഉപദ്രവിക്കുമായിരുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവര് നായയാണെങ്കിലും ആനയാണെങ്കിലും അവർ നമ്മളെ പേടിച്ചാ ജീവിക്കുന്നത്. കാര്യം നമ്മളാണ് ശക്തര്, നമ്മുടെ കയ്യിലാണ് ആയുധങ്ങൾ ഉള്ളത്, നമ്മളാണ് പാക്കായിട്ട് ജീവിക്കുന്നത്. ആ ഒരു ജീവി നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മൾ പോയി ആക്രമിക്കും, അവരുടെ ഗോത്രം തന്നെ ഇല്ലാതായി പോകുന്ന അവർക്കറിയാം. ഗതികെട്ടിട്ടാണ് അവർ ചെയ്യുക. അതേസമയം നമ്മൾ ഭക്ഷണമായിട്ടുള്ള ഒരു ജീവി നമ്മളെ ആക്രമിച്ചാൽ അത് വേറെയാണ്. അങ്ങനെ നമ്മൾ ഒരു ജീവിയുടെയും ഭക്ഷണമല്ല. പുലിക്കാണെങ്കിലും ഭക്ഷണം പന്നിയാണ്. ഇപ്പൊ മനുഷ്യനെ തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയും പ്രപഞ്ചത്തിലില്ല. നമ്മളന്ന് തിരിച്ചാണ്, നമ്മൾ ഈ ജീവികളൊക്കെ തിന്നും. ഇപ്പൊ നമ്മുടെ ഭക്ഷണമാണ്, അവര് നമ്മുടെ ഭക്ഷണം അല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. കാരണം നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് അല്ല വേണ്ടത്, കോ എക്സിസ്റ്റൻസ് ആണ്. നമുക്ക് കോൺഫ്ലിക്റ്റ് എന്നുള്ള വാക്ക് തന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറില്ല. സംഘർഷമല്ല, ശരിക്കും നമ്മൾ സമീകരണമാണ് ഉദ്ദേശിക്കുന്നത്. അത് പതുക്കെ പതുക്കെ ബിൽഡപ്പ് ചെയ്ത് വന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആശ, നമുക്ക് എങ്ങനെ പോകാൻ പറ്റില്ല. പല സാഹചര്യങ്ങളിലും മാഡം ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് പോകുമ്പോൾ തെളിവ് അല്ലെങ്കിൽ മാഡത്തിന്റെ വാദം പറയാനായിട്ട് കോടതികളിൽ പോകേണ്ടി വരുന്നു. അപ്പോൾ ആനിമൽസിന് പ്രൊട്ടക്ഷൻ നൽകുന്ന സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ ചികിത്സ കൊടുക്കണം, മരുന്ന് അഫോർഡ് ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാം. അപ്പം ഈ സമയത്തൊക്കെ ചിലപ്പോൾ ഒന്ന് തളർന്നു പോയി എന്നൊക്കെ തോന്നുമ്പോൾ പിന്നെയും നമ്മൾ ഇതേ രീതിയിൽ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ, ഇവര് തന്നെയാണ്. കാര്യം നമ്മൾ ശരിക്കും ഇടപെടുന്നത് ഒരു മൃഗരൂപത്തിനോടാണ്. ആ മൃഗരൂപം മാത്രമേ അതിനുള്ളൂ. അതിന്റെ അകത്തിരിക്കുന്നത് എന്നെ പോലെ ഒരാളാണ്. എന്റെ വീട്ടിലൊരാൾക്ക് അസുഖം വരുന്നു, എന്റെ പൈസയില്ല, ഞാൻ ചിലപ്പം കുറച്ച് ഡൗൺ ആവും എന്ന് വിചാരിച്ച് ചികിത്സിക്കാതിരിക്കുമോ? ഇല്ല, ഞാൻ എവിടെന്നെങ്കിലും കാശുണ്ടാക്കി ചികിത്സിക്കും. അതെന്തുകൊണ്ടാണ്? കാര്യം എനിക്കറിയാം അതൊരു വ്യക്തിയാണ്, എനിക്ക് വിലപ്പെട്ടതാണ്, ആ ജീവൻ വളരെ വളരെ വിലപ്പെട്ടതാണ്. ഞാൻ എന്ത് വില കൊടുത്തും, എന്റെ ജീവൻ കൊടുത്തും ഞാനല്ല സംരക്ഷിക്കും എന്നുള്ളത്.
അതേ സാധനം നമുക്ക് മൃഗത്തിനോടും വരും. അത് നമ്മുടെ ഇന്ററാക്ഷൻ കൊണ്ട് വരുന്നതാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ ഇപ്പോൾ 10 നായ്ക്കളുണ്ട്, 10 പേരും റെസ്ക്യൂസ് ആണ്. അപ്പോൾ ഈ 10 നായ്ക്കളെ നമുക്കറിയാം, ഇതിൽ ഓരോരുത്തരും വ്യക്തികളാണ്. പട്ടി എന്ന് പറയുന്ന ഒരു വിഭാഗമല്ല, അതിൽ ഓരോരുത്തർക്ക് ഓരോരോ സ്വഭാവമാണ്, ഓരോരുത്തർക്ക് ഓരോ നീഡ്സ് ആണ്, ഓരോരുത്തർ ഓരോ പേഴ്സണാലിറ്റീസ് ആണ്. അതിൽ ഒരാളുടെ പേഴ്സണാലിറ്റി അല്ല മറ്റേ ആൾക്ക്. എൻ്റെ വീട്ടിൽ എൻ്റെ പേഴ്സണാലിറ്റി അല്ല എൻ്റെ ഭർത്താവിൻ്റെത്, അതേപോലെ തന്നെയാണ് ഇവര്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ പേഴ്സോണയായിട്ടാണ് കാണുന്നത്, മൃഗമായിട്ടല്ല. എന്തെങ്കിലും കൊടുക്കാം, അവിടെ കിടന്നോട്ടെ, എന്തെങ്കിലും അസുഖം വരുമ്പോൾ ചികിത്സ, അങ്ങനല്ല. വെരി വെരി പ്രഷ്യസ്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് വില കൊടുത്തും, ഇപ്പോൾ എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും വരുമാനത്തിന്റെ ഒരു സിംഹഭാഗം തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടിയാണ് ഞാൻ മാറ്റിവെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ? നിറങ്ങൾ തൻ നൃത്തം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്ന അതിസുന്ദരിയായ സെറീന വഹാബിന്റെ ഓർമ്മയും കൂടിയാണിത്. പരസ്പരം എന്നുള്ള ചിത്രത്തിൽ MP ശ്രീനിവാസന്റെ സംഗീതം, രചന ONV, പാടിയത് ജാനകി. ഇതിൽ വിരഹം അതിന്റെ ഏറ്റവും അതിസൂക്ഷ്മ ഭാവത്തിൽ നമുക്ക് കാണാം. അലിഞ്ഞു പോകുന്ന ഒരു അരിയ ജന്മത്തിന്റെ പവിഴദ്വീപില് ഞാനൊരു ഓർമ്മയുടെ കിളിന്തു തൂവലുമായിട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മാഡത്തിന്റെ ഹസ്ബൻഡ് ഫൈൻ ആർട്സ് കോളേജിലെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ആയ ആളാണ്. അപ്പോൾ അദ്ദേഹമാണോ കലയുമായിട്ട് കൂടുതൽ മാഡത്തിനെ അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ കലയുമായിട്ടുള്ളൊരു ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നത് അദ്ദേഹമാണോ? ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അദ്ദേഹം അന്ന് സുവോളജിയാണ് പഠിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ആർട്ടിസ്റ്റാണ്. അങ്ങനെ പുള്ളി അവിടെ നിന്ന് സുവോളജി പരീക്ഷ എഴുതാതെ പോയിട്ട് ഫൈൻ ആർട്സ് കോളേജിൽ ജോയിൻ ചെയ്ത് ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ഡിഗ്രിയും MAയും എല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പലപ്പോഴും എഴുത്തിന്റെ ലോകത്താണ്, പലപ്പോഴും വാക്കുകളുടെ ലോകത്താണ്. അദ്ദേഹം ചിത്രങ്ങളുടെ ലോകത്താണ്. ചിത്രങ്ങളും വാക്കും പരസ്പരം ബന്ധപ്പെട്ട കിടക്കുന്നത്. ഭാഷ വിഷ്വലാണ്. ഇത് തമ്മിലുള്ള ഒരു സാമ്യത്തിന്റെ ഒരു വാതിൽ തുറന്നു തന്നതിൽ സജിത്തിന് വലിയ പങ്കുണ്ട്. അദ്ദേഹം അതിബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. വളരെയധികം കാര്യങ്ങൾ പഠിക്കുന്ന ആളാണ്. ആർട്ട് മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ 3D അബ്യൂഡോഗ്രാഫിക് ആർട്ടിസ്റ്റാണ്. IFFKയുടെ സിഗ്നേച്ചർ ഫിലിംസ് കുറെ കാലം ആദ്യകാലങ്ങളിൽ ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് ആ ഒരു മേഖലയും വളരെ വഴങ്ങുന്ന ഒരാളാണ്. വളരെ നിശിതമായിട്ടുള്ള ശ്രദ്ധയുള്ള ആളാണ് പല കാര്യങ്ങളിലും. അപ്പം അതിൽ എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വലിയൊരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. മാഡം ഒരു ആർട്ട് എക്സിബിഷൻ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണോ? അല്ല, ഇപ്പൊ ഈ ആർട്ടിസ്റ്റുകളുടെ ലോകവുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തിയത് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ്. ഈ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തത് മാൻ ആനിമൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യനും ആനിമലും തമ്മിലിട്ടുള്ള താതാത്മ്യത്തെക്കുറിച്ച് വരച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു ഷോ ആയിരുന്നു ഇത് ക്യൂറേറ്റ് ചെയ്തിരുന്നത്. പ്രോജക്റ്റ് ആർട്ട് ഹ്യൂമൻ എന്ന് പറയുന്നത് അത് ഭയങ്കര സക്സസ് ആയിരുന്നു. കാര്യം ആ തീമിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്താണ് ചെയ്തത്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഒരു ഇതാണ്. അന്ന് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു തീമിനെ കൈകാര്യം ചെയ്യുന്ന 10-12 ആർട്ടിസ്റ്റുകളായിരുന്നു അന്ന് ക്യൂറേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ എല്ലാ വർഷവും നടത്തണമെന്ന് വിചാരിച്ചു. പിന്നെ മറ്റു പല കാര്യങ്ങളുടെ ഇടയിൽ പെട്ടുപോയത് കൊണ്ടാണ് ഇപ്പൊ വീണ്ടും ആലോചിക്കണം. മാഡം ഇപ്പോ കറന്റ് കല്ലാറിലാണ് താമസിക്കുന്നത് അല്ലേ? ഇപ്പോ റെസ്ക്യൂഡ് ആനിമൽസ് ഒക്കെ ഉണ്ട്. റെസ്ക്യൂഡ് ആനിമൽസ് ഉണ്ട് കൂടെ. അവരോടുള്ള ഇപ്പോ മാഡത്തിന്റെ നെയ്ബേഴ്സിനോ നാട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കാരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കും പല രീതിയിലായിരിക്കുമല്ലോ പ്രതികരിക്കുക. ചിലർക്ക് താല്പര്യമായിരിക്കും, ചിലർക്ക് അത് ശല്യമായിട്ട് തോന്നും. പല രീതിയിലായിരിക്കുമല്ലോ മാഡത്തോടുള്ള അപ്രോച്ച്. ഞാൻ സിറ്റിയിലാണ് ജീവിച്ചിരുന്നത് 50ഓളം വർഷം. ഇപ്പൊ കുറച്ച് നാളെയുള്ളൂ അങ്ങോട്ട് മാറിയിട്ട്. അങ്ങോട്ടേക്ക് മാറാനുള്ള കാരണം തന്നെ ഇത്രയും മൃഗങ്ങളെയും കൊണ്ട് നമുക്ക് സിറ്റിയിൽ താമസിക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. കുരയ്ക്കുന്നു, ശബ്ദം ഉണ്ടാവുന്നു, പിന്നെ ഇവരുടെ ഗന്ധം സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വളരെ കൺഫൈൻഡ് ആവും അവർ. നമുക്ക് അവരെ പുറത്ത് വിടാൻ പറ്റില്ല, എപ്പോഴും അകത്ത് വെക്കണം. പിന്നെ അവർക്കത് ഫ്രസ്ട്രേഷൻ ആവും. ഫ്രസ്ട്രേഷൻ കൂടുമ്പോൾ കുര കൂടും. അപ്പോൾ ഇതെല്ലാം പ്രശ്നമായതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ട് കല്ലാറിലേക്ക് മാറിയത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നിടത്ത് ഞങ്ങളുടെ പുറകുവശം വനമാണ്. 2 സൈഡിൽ ആരും താമസമില്ല. നേരെ മുന്നിൽ വനമാണ്, ഇടയ്ക്കൊരു പുഴയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ അതിനേക്കാളും ഹാപ്പിയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സിറ്റിയിൽ ഇത്രയും കാലം എന്തിനു ജീവിച്ചു എന്നുള്ളതാണ്. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ശുദ്ധമായിട്ടുള്ള വായു, വെള്ളം. ഞങ്ങളുടെ കിണറ്റിന്റെ വെള്ളം എന്ന് പറയുന്നത് ഒരു നീരുറവയാണ്. ഞാൻ ഇത്രയും കാലം സിറ്റിയിൽ ജീവിച്ചിട്ട് ഞാൻ കുടിച്ച വെള്ളവും ആ വെള്ളവും തമ്മിൽ ടേസ്റ്റിൽ തന്നെ അസാധ്യമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എത്തേണ്ട സ്ഥലത്ത് വയസ്സുകാലത്ത് എത്തി. അപ്പോൾ അടുത്ത പാട്ടിലോട്ട് പോയാൽ ഏത് പാട്ടായിരിക്കും? എൻ്റെ കടിഞ്ഞൂൽ പ്രണയ കഥയിലെ. ഇത് ഉൾക്കടൽ എന്നുള്ള സിനിമ ഞങ്ങളുടെ ചെറുപ്പകാലത്തെ ഹിറ്റ് സിനിമയാണ്. ഓണക്കൂറിന്റെ കഥ. രചന ONV കുറുപ്പ്, സംഗീതം MP ശ്രീനിവാസൻ, പാടിയത് യേശുദാസും സൽമ ജോർജിൻ സംവിധായകന്റെ ഭാര്യ. ഈ പാട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എൻ്റെ കാമുകൻ എന്നെ കുറിച്ച് ഇങ്ങനെ എഴുതുന്നില്ല എന്ന്. നമുക്ക് ആ പാട്ട് കേൾക്കാം. മാഡം ഇന്റർനാഷണൽ ബുക്സ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര കൃതികളൊക്കെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ മൂലകൃതിയുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല കൃതികളും വിവർത്തനം ചെയ്ത് തർജ്ജമ ചെയ്ത കൃതികളാണ് നമ്മൾ വായിച്ച് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ ഒറിജിനൽ കൃതികൾ വായിക്കാൻ പറ്റാറില്ല. പക്ഷെ
അത് വേറൊരു ഭൂമികയിലായിരിക്കും നടന്നിട്ടുണ്ടാവുക. നമുക്ക് പരിചയമില്ലാത്ത സംസ്കാരം, ഭാഷ എല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷെ അത് നമുക്ക് മനസ്സിലാകുന്ന, ഇപ്പൊ നമ്മൾ മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യുമ്പോൾ ഒരു മലയാളിക്ക് മനസ്സിലാകുന്ന തരത്തിലോട്ട് അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ആയിരിക്കണമല്ലോ അത് ചെയ്യേണ്ടുന്നത്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? പ്രധാനമായിട്ട് എന്നോട് നിങ്ങൾ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ല. ഞാൻ വായിച്ചിട്ട് എനിക്ക് പരിപൂർണമായിട്ട് താതാത്മ്യപ്പെടാൻ പറ്റുന്ന ഒരു പുസ്തകം മാത്രമേ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ യാസുനാരി കവാബാത്തയുടെ 1000 Cranes Flying, അത് ജാപ്പനീസ് ടീ സെറിമണിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് യാതൊരു പരിചയവുമില്ല, നമ്മൾ വായനയിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു ലോകമാണ്. പക്ഷേ ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആ ലാൻഡ്സ്കേപ്പിൽ എത്തുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ആ വ്യക്തിയുമായിട്ട് നമുക്ക് അത്രയും അടുപ്പം വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് വരും, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ചില സാഹിത്യകൃതികൾ നമുക്ക് മനോഹരമായിട്ട് നമുക്ക് ഇഷ്ടമാവും, നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമാവും, പക്ഷെ നമുക്കത് അവിടെ എത്തില്ല, നമ്മൾ ആ ഭൂമികയിലോട്ട് കയറില്ല. അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുകയില്ല. അപ്പം ഞാൻ എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു മലയാളിയായി നിന്നുകൊണ്ടാണ് ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ജാപ്പനീസുകാരിയായിട്ട് നിന്നുകൊണ്ടല്ല. കാര്യം അത് വളരെ കൃത്രിമമായിരിക്കും. ഞാൻ ജപ്പാൻകാരിയല്ല, ജപ്പാനിൽ പോയിട്ടില്ല. അപ്പം ഞാൻ എത്ര ഇനി അങ്ങനെ ശ്രമിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞാനൊരു മലയാളി സ്വത്വത്തിൽ നിന്നുകൊണ്ട് എനിക്കിതിനോട് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമോ ആ റിലേഷൻ വേറൊരു മലയാളി വായിക്കുമ്പോൾ ഉണ്ടാകാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ വിവർത്തനത്തിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ മാഡത്തിന് ഒരു പുസ്തകം വായിച്ചു, ഇഷ്ടമായി, അത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു, അതിനുശേഷം പ്രസാധകരെ സമീപിക്കുകയാണോ, എങ്ങനെയാണ്? അത് വളരെ കാലം നമുക്കൊരു പ്രസാധകനുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു പരിചയമില്ലാത്ത പ്രസാധകന്റെ അടുത്ത് പോയിട്ട് എനിക്ക് പുസ്തകം ഇഷ്ടപ്പെട്ടു, ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ അവർക്ക് അതിനകത്ത് പലതരത്തിലുള്ള വ്യാവസായിക താല്പര്യങ്ങൾ ഉണ്ടാവും. ഇത് പോകുമോ, ഇത് വളരെ പോപ്പുലർ റൈറ്റർ ആണോ, അല്ലെങ്കിൽ അതിന് കോപ്പിറൈറ്റ് കിട്ടുമോ, ഇതെല്ലാം വരും. അപ്പം ഞാനിപ്പോൾ ഒരു പുസ്തകം വായിച്ച് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ആ പ്രസാധകരുമായിട്ട് എനിക്ക് കണക്ഷനുള്ള ആളിനോട് ഞാൻ പറയും, ഒരു പുസ്തകം വായിച്ചിട്ട് എനിക്ക് ഇഷ്ടമാണ്, ചോദിച്ചു നോക്കൂ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ അവർ പറയും. പിന്നെ ആ പുസ്തകം ഞാൻ ഉടനെ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല, ഞാനതവിടെ വായിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും അത് എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനത് എടുക്കൂ. കാര്യം അങ്ങനെ മാത്രമേ വായിക്കുന്ന ആളെ അത് ബാധിക്കുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നു ഒരു പുതിയ ആൾക്ക് പോയിട്ട് ഞാൻ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടണം എന്നില്ല. അപ്പോൾ മാഡത്തിന്റെ കൂടെ വളരെ കാലമായിട്ട് റെസ്ക്യൂഡ് ആനിമൽസ് ഇങ്ങനെ മാറി മാറി ഉണ്ടല്ലോ. അപ്പോൾ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ആനിമലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ മാഡത്തിനെ ഇൻസ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഈ മേഖലയിലോട്ട് കൊണ്ടുവന്ന ഒരു സ്വപ്നത്തിനെ കുറിച്ചും ഒരു ആളിനെ പറ്റിയും പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ അങ്ങനെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടോ? ഞാൻ ഇപ്പം ഈ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഓരോ ആനിമലും ഒരു അധ്യായമാണ്. സത്യം പറഞ്ഞ ഓരോ ആനിമലിനെ കുറിച്ച് നമുക്കൊരു പുസ്തകം എഴുതാം. കാര്യം അവർ കടന്നു വരുന്ന ജീവിതം, അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതിനപ്പുറത്തേക്ക് അവർ കാണിക്കുന്ന ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം. ഒരു തെരുവ് നായ അത് അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരു വ്യക്തി അനുഭവിക്കുകയാണെങ്കിൽ അയാൾ വളരെ കടുപ്പം പിടിച്ച ഒരാളായി പോകും. അയാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാനോ അയാളെ തൊടാൻ പോലും അയാൾക്ക് സാധിക്കില്ല. അത്ര കഠിനമായിട്ടുള്ള ജീവിതമാണ് ഇവർ ജീവിക്കുന്നത്. പക്ഷെ ഈ ജീവികൾ ഇത്രയും കഠിന ജീവിതം ജീവിച്ചിട്ടും നമ്മൾ കുറച്ച് സ്നേഹിക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. എന്നുവെച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാലും ആ സ്നേഹത്തിന് ഒരു അവസാനമില്ലാത്ത സ്നേഹമാണ്, തിരമാല പോലെ വരുന്ന സ്നേഹമാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്, ഒരുപാട്. ഞങ്ങളുടെ ഷെൽട്ടറിൽ 2 മനുഷ്യർ വന്നിട്ട് ഒരു നായയെ, ഒരു ഡാഷോണ്ടിനെ 2 കൈയും 2 കാലും പിടിച്ചിട്ട് അകത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടു. അപ്പം ആ നായയുടെ കണ്ണിന്ന് കുടുകൂടാ ചോര വരികയാണ്. അപ്പം അതിനെ നമ്മളെടുത്ത് ശുശ്രൂഷിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ കുറേ കാലം എൻ്റെ കൂടെ ജീവിച്ചു. അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്താലും ഡിപ്രഷൻ അതിന് പോകുന്നില്ല. കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ വീട് മിസ് ചെയ്യാണ്. അതിനെ ഏതോ വീട്ടുകാർ വളർത്തിയിട്ട് അവർ ഉപേക്ഷിച്ചതാണ്. പക്ഷെ അവൻ ആ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ അതിൻ്റെ ഓർമ്മയിലാണ്. അപ്പൊ എപ്പം സ്കൂട്ടറിന്റെ ശബ്ദം കേൾക്കുന്നു, എപ്പം വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു, ഈ നായ ഓടി ചെല്ലും. അവർ വന്നു എന്നാണ് അത് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നായ ഉണ്ടായിരുന്നു എനിക്ക്. ആ നായ ഒരു വല്ലാത്തൊരു ക്യൂർ ചെയ്യാൻ പറ്റാത്തൊരു അസുഖം വന്നിട്ടാണ് മരിക്കുന്നത്. ആ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും അത് ഓരോ തവണ ഒരു ഹോൺ കേൾക്കുമ്പോഴും അതിന്റെ അവശേഷിക്കുന്ന പ്രാണൻ വെച്ചും അത് നോക്കും. അപ്പൊ അത് ഈ ഉപേക്ഷിച്ച ആൾ അറിയുന്നുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉപേക്ഷിച്ച ആള് അയാൾക്ക് അയാളുടെ ഭാര്യയെന്നോ അയാളുടെ കുട്ടിയെന്നോ അയാളുടെ അമ്മയെന്നോ അയാളുടെ അച്ഛനെന്നോ ആ തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സറണ്ടേർഡ് സോളിനെ കിട്ടത്തില്ല. ഇപ്പൊ ഒരു അസുഖം എനിക്ക് വന്ന് ഞാൻ എൻ്റെ അസുഖത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ. ഈ ജീവി അതല്ല, ആ മറ്റയാൾ വരും എന്നുള്ള പ്രതീക്ഷയല്ല. ഇതുപോലെ കുറേ മൃഗങ്ങളുണ്ട്, വളരെയധികം മൃഗങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നവരുണ്ട്. ഈ അബാൻഡൻഡ് ആനിമൽസ് ആണ് ഏറ്റവും ദുരിതം. കാരണം അവര് ഒരു നല്ല ഹാപ്പി ലൈഫ് ലീഡ് ചെയ്തു, ആരൊക്കെയോ അവരെ സ്നേഹിച്ചു, ആരൊക്കെയോ അവരെ ഊട്ടി. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ തെരുവിലാണ്. അവർക്ക് എവിടെ പോകണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ആഹാരം എവിടെ കിട്ടും, വെള്ളം എവിടെ കിട്ടും, വണ്ടികൾ അറിയില്ല. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരാൾ എടുത്തോണ്ട് പോകുമ്പോൾ അവരുടെ വിചാരം എന്താണെന്നറിയോ? എൻ്റെ വീട്ടുകാർക്ക് എന്തോ അപകടം പറ്റി, അതുകൊണ്ടാണ് അവരെന്നെ കാണാൻ വരാത്തത്. ഉപേക്ഷിക്കുന്നു എന്ന് ഒരു ജീവി മനസ്സിലാക്കില്ല. അതൊരു വല്ലാത്ത നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. കാര്യം പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണേ ഈ മനുഷ്യൻ എന്നെ ഉപേക്ഷിക്കില്ല എന്ന്. അത്രയും വിശ്വാസം ഒരു മൃഗത്തിനെ സാധിക്കൂ, ഒരു മനുഷ്യന് സാധിക്കില്ല.
ഇത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരു അനുഭവമല്ല. അതുകൊണ്ട് ഞാനിത് ജനറലായിട്ട് പറഞ്ഞത്. ഇപ്പോൾ തെരുവ് നായ്ക്കളുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ നയങ്ങളിലും ചർച്ചകളിലൊക്കെ മാഡം ഒരുപാട് സജീവമാണല്ലോ. അപ്പോൾ ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം എന്തെന്നാണ് മാഡം വിചാരിക്കുന്നത്? എല്ലാ മൃഗങ്ങളായിട്ട് ബന്ധപ്പെട്ട ശാശ്വത പരിഹാരവും കോ എക്സിസ്റ്റൻസ് ആണ്. തെരുവ് നായ്ക്കളുടെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് തദ്ദേശീയരായിട്ടുള്ള നായ്ക്കളാണ്, നമ്മുടെ നാടൻ നായ്ക്കളാണ്. എന്ന് വെച്ചാൽ ആരാണ് ഈ നാടൻ നായ വെച്ചാൽ നമ്മുടെ ആൻസെസ്റ്റർ, ഈ കെനൈൻ ആൻസെസ്ട്രിയിൽ ആ ലീനിയേജിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അപ്പൊ നമ്മളിപ്പോൾ വിദേശികൾ ഇവിടെ വരുമ്പോൾ, ഇവിടെ നമ്മൾ പൊതുവെ കാണുന്ന മാധ്യമങ്ങൾ പറയും വിദേശികൾ വരുമ്പോൾ ഈ തെരുവ് നായ്ക്കളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അപമാനമാണ്. തിരിച്ചാണ് കേട്ടോ. ഈ വിദേശികൾ വന്നിട്ട് അവർ പറയും ഞങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഇത്രയും നൂലാമാലകൾ നിയമത്തിന്റെ ഇടയിൽ ഞങ്ങൾ കൊണ്ടുപോയേനെ. കാരണം അവർക്കിതിനെ വളരെ ഒറിജിനൽ ആയിട്ടാണ് തോന്നുന്നത്. കാര്യം വൺ ഓഫ് ദ ഏൻഷ്യൻ ബ്രീഡ്സ് ആണ് നമ്മുടെ ഇവിടെയുള്ള നായകൾ. അപ്പൊ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് ഇവരെ. വി ആർ ആക്ച്വലി സിറ്റിംഗ് ഓൺ എ ഗോൾഡ് മൈൻ. നമ്മളൊരു സ്വർണ്ണ ഖനിയിൽ ഇരിക്കുകയാണ്. കാര്യം ഇതൊരു ടൂറിസമായിട്ട് തന്നെ വികസിപ്പിക്കാം. ഇപ്പൊ കങ്കരു ഒക്കെ ഓസ്ട്രേലിയയിൽ ഒരു ടൂറിസം, അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള നായ്ക്കള് ഒരു ടൂറിസം പദ്ധതിയാണ്. അത് നമ്മൾ കൊന്നൊടുക്കുകയാണ് അതിന് പകരം. അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവരിൽ സുഖമില്ലാത്ത നായ്ക്കളെ നമുക്ക് ഷെൽട്ടർ ചെയ്യുക, സുഖമുള്ള ഹാൻസം ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ആരോഗ്യമുള്ള നായ്ക്കളെ ഫീഡ് ചെയ്യുക, അവർക്ക് സ്റ്റെറിലൈസ് ചെയ്യുക, അവരെ വാക്സിനേറ്റ് ചെയ്യുക, അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അവരോട് വളരെ മര്യാദയ്ക്ക് പെരുമാറുക. പല സ്ഥലങ്ങളിലും ക്യാമ്പസുകളിൽ, ഞാനിപ്പോൾ ശാന്തിനികേതനിൽ ഇടയ്ക്ക് പോകും, ഹസ്ബൻഡിന് ഓറിയന്റേഷൻ കോഴ്സുകൾ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി താമസിക്കുമ്പോൾ കാണുന്ന കാഴ്ച, ശാന്തിനികേതനിലെ ക്യാമ്പസുകളിൽ കുട്ടികളുടെ ഒപ്പം ക്ലാസ്സിലിരിക്കും നായ്ക്കൾ. സാറുമാർ വരുമ്പോൾ പോഡിയത്തിലിരിക്കും, സാറിന്റെ കൂടെ നടക്കും, ആർക്കും ഒരു പ്രശ്നവുമില്ല. അപ്പൊ നമ്മൾ പഠിപ്പിക്കേണ്ടത്, ഒരു സ്കൂളിൽ ഒരു നായ വന്ന് പ്രസവിക്കുന്നു, ആ നായയെ നമ്മൾ സംരക്ഷിച്ചിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ്. നായ കണ്ടോ, നായയുടെ കുഞ്ഞുങ്ങളെ കണ്ടോ, അതെങ്ങനെ പരിപാലിക്കുന്നത് നോക്കൂ. അങ്ങനെ പറഞ്ഞ് ഒരു വലിയൊരു ജീവിത പാഠം പഠിപ്പിക്കുന്നതിന് പകരം ഭയങ്കര ഒരു ജന്തു വന്നിരിക്കുന്നു, അതിനെ നമ്മൾ ഇപ്പം മാറ്റണം, ആ ഒരു മനോഭാവം മാറുക. ഇതൊക്കെ ജീവികളാണ്, നമ്മളെക്കാളും നിഷ്കളങ്കരാണ്, നമ്മളെക്കാളും പാവങ്ങളാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദ്രോഹത്തിന്റെ 1000-ൽ 1 അംശം മാത്രമേ ഇവർ ചെയ്യുള്ളൂ. ആ തിരിച്ചറിവോടുകൂടി അതിന് കൃത്യമായിട്ട് ABC പ്രോഗ്രാം എന്ന് പറഞ്ഞ ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം ഉണ്ട്. അതിൽ ഒരു പ്രാവശ്യം സ്റ്റെറിലൈസ് ചെയ്യുക, പിന്നീട് പ്രസവിക്കില്ല, പിന്നെ വാക്സിനേറ്റ് ചെയ്യുക, എല്ലാ വർഷവും അവർക്ക് ഭക്ഷണം കൊടുക്കുക, കൃത്യമായിട്ട് ഒരു നേരം അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം വളരെ പ്രധാനമാണ്. ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് ഉറപ്പായിട്ടും ഇവർ അഗ്രസീവ് ആവും. ഭക്ഷണം കൊടുത്താൽ എവിടെങ്കിലും ചുരുണ്ട് കടന്നോളും. നേരെ തിരിച്ചാണ് ആൾക്കാർ വിചാരിക്കുന്നത്, ഭക്ഷണം കൊടുത്താൽ ഇതിവിടെ നിന്ന് പോവില്ല, അല്ലെങ്കിലും പോവില്ല. നായ ടെറിട്ടോറിയലാണ്. ഇപ്പൊ നായയെ നമ്മൾ ഭക്ഷണം കൊടുത്തില്ല എന്ന് വെച്ചിട്ട് അത് ഇവിടെ നിന്ന് പോവില്ല, അത് ആ ടെറിട്ടറി സംരക്ഷിച്ചുകൊണ്ടിരിക്കും, വിശക്കുകയും ചെയ്യും. ഇപ്പൊ വിശക്കുന്ന ഒരു ജീവി ഗാർഡ് ചെയ്യുമ്പോൾ അതിന്റെ അഗ്രഷൻ കൂടുന്ന ആലോചിച്ച് നോക്കും അല്ലെ. ഒരാളൊരു കാവൽക്കാരനാണ്, അയാൾ ഭയങ്കര എക്സ്ട്രീംലി അഗ്രസീവ് ആവുമ്പോൾ അയാൾ എന്തും ചെയ്യും. അതേ അവസ്ഥയാണ് ഇപ്പം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. കഴിഞ്ഞ 2016 മുതൽ എല്ലാ ദിവസവും നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പീപ്പിൾ ഫോർ ആനിമൽസ് എല്ലാ ദിവസവും ഒരു ഏകദേശം 300ഓളം നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ പല റെസിഡൻഷ്യൽ ഏരിയയിലും ആൾക്കാർ വിളിച്ചു പറയും, ഇപ്പം എന്താ നിങ്ങൾ വരാത്തേന്ന് ചോദിക്കും. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ വന്നാൽ നിങ്ങളെ കത്തിക്കും എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പം വിളിച്ച് ചോദിക്കും, നിങ്ങൾ വരുന്നില്ലേ, എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്, ഇന്ന് വണ്ടിയില്ലേ, ഇങ്ങനെ ചോദിക്കും. കാര്യം ആ ഡിഫറൻസ് വന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ എത്ര ശാന്തരും സമാധാന ചിത്തരുമായി എന്നുള്ള തിരിച്ചറിവ് അവർ കാണുകയാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കൂ. അത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ എത്ര മണിമാളികയെ താമസിച്ചാലും വിതൗട്ട് ദം നമുക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല. മാഡം നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശീയമായിട്ടുള്ള നായ ഇനങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് മലയാളികൾക്ക് തദ്ദേശീയരായിട്ടുള്ള നായകളെ കാണുമ്പോൾ വേണ്ട എന്തൊരു അറപ്പാണ്. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രീഡൊക്കെ വരുമ്പോൾ പുതിയത് ഉണ്ടായി വരികയാണല്ലോ. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് ഉള്ളതിനെ അപേക്ഷിച്ച് നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയ നായ്ക്കൾക്ക് കിട്ടുന്ന പരിഗണന വേറെയാണ്. അപ്പൊ നമ്മൾ കൺവീനിയന്റ് ആണെങ്കിൽ അവരെ നമ്മൾ ഒരു ഫാമിലി മെമ്പറിനെ പോലെയൊക്കെ നമ്മൾ കൂടെ കൂട്ടുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ പുതിയ പുതിയ ബ്രീഡ്സ് ഉണ്ടാകുന്നത് ശരിക്കും അവരെ ടോർച്ചർ ചെയ്യുന്നതാണ്. അതെ അതെ, ബ്രീഡിംഗ് എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു ക്രൂവൽറ്റിയാണ്. കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് 2 തരം ഇനങ്ങളെ ചേർത്തിട്ട് ഒരെണ്ണത്തിനെ ഉണ്ട്. അപ്പോൾ എന്തായി തീരും നമുക്ക് അറിയില്ല. ഈ 2 ഇനത്തിനെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, ഇതൊന്നും നമ്മൾ അറിയാതെ നമ്മൾ കളിച്ചു നോക്കുകയാണ്. ഇത് ചെയ്താൽ എങ്ങനെയുള്ള വരും. കാര്യം എന്തായാലും വലിയ തോതിലുള്ള പൈസയുണ്ട്. അപ്പൊ എത്ര ഡിഫറെന്റ് ബ്രീഡ്സിനെ തമ്മിൽ മിക്സ് ചെയ്താൽ എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഇനങ്ങളെ ഉണ്ടാക്കുമോ അത്ര അനുസരിച്ചിട്ട് കൂടും. ഈ വിദേശ ഇനത്തിനെ പലർക്കും മാനേജ് പോലും ചെയ്യാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് സെയിന്റ് ബെർണാർഡ് എന്ന് പറഞ്ഞൊരു ഇനം, ഹസ്കി, ഇതൊക്കെ ആർട്ടിക്കിൽ ജീവിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എത്രയോ -ഡിഗ്രീസിൽ ഉള്ള തണുപ്പിൽ ജീവിക്കേണ്ട ജീവിയാണ് നമ്മളിവിടെ 37 ഡിഗ്രി ചൂടിൽ 40 ഡിഗ്രി ചൂടിൽ കൊണ്ടുവന്നിടുന്നത്. ഇതിനെ എത്ര പേർക്ക് AC മുറി കിടത്താൻ പറ്റും? മാസം 10,000 രൂപ ശമ്പളമുള്ള ആൾക്കും സെയിന്റ് ബെർണാർഡ് മതി.
ആ സെയിന്റ് ബെർണാഡ് അനുഭവിക്കുന്ന ടോർച്ചർ നമ്മുടെ ചൂടത്ത് നിൽക്കുന്നു, അതിന് പറ്റിയ ഭക്ഷണമല്ല നമ്മൾ കൊടുക്കുന്നത്, വളരെ പെട്ടെന്ന് അസുഖം വരും. ഇത് അസുഖം വരുമ്പോൾ ചികിത്സിക്കണമെങ്കിൽ നല്ല കാശാവും, അത് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ചികിത്സ വരും. ഇങ്ങനത്തെ സന്ദർഭം വരുമ്പോൾ അവരെന്താ ചെയ്യുക? ഈ -ഡിഗ്രിയിൽ ജീവിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട ജീവിയെ കൊണ്ടുവന്ന് നാഷണൽ ഹൈവേയിൽ കളയും. അപ്പൊ അതിന് ഒരു രക്ഷയില്ല. അപ്പൊ ഇത് നമ്മുടെ ഒരു പൊങ്ങച്ച സ്വഭാവം മാത്രമാണ്. നമ്മുടെ നാടൻ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റും. നമ്മൾ കഴിക്കുന്ന കപ്പയും ചോറും ധാരാളം മതി. ചോറും മീനും കൂടെ കൊടുത്താൽ സന്തോഷം, ആശാൻ പിന്നെ ഖുഷിയായിട്ട് ജീവിച്ചോളും. അതിഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരുവ് നായ്ക്കൾ ഇവിടെ ഉള്ളത്. ഈ പറയുന്ന എല്ലാ ബ്രീഡ് ഡോഗ്സിനേക്കാളും ബുദ്ധി കൂർമ്മത വളരെ കൂടുതലാണ്. ഭാഷ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണ്. ഒരു കാര്യം പറഞ്ഞാൽ എന്റെ പട്ടികളൊക്കെ ഒരു മുഴുനീള സെന്റൻസ് മനസ്സിലാവും. പിന്നെ നമ്മളെ ഗാർഡ് ചെയ്യുന്ന സ്വഭാവം വളരെ കൂടുതലാണ്. നമുക്കൊരു പ്രൊട്ടക്ടറാണ്. നമുക്ക് ഈ CCTV സെക്യൂരിറ്റി അലാം ഒന്നും വേണ്ട, ഒരു നായ ഉണ്ടെങ്കിൽ. അപ്പൊ ഇത്രയും അധികം കപ്പാസിറ്റീസും ഇത്രയും അധികം അപ്പൻഡിക്സും ഒക്കെ ഉള്ള നായകളെയാണ് നമ്മൾ റോഡിൽ ഇട്ടിട്ട് ആ കാശ് ചെലവാക്കുന്ന പോട്ടെ, അവർക്ക് സമാധാനം ഇല്ല. ഈ നായകൾക്ക് സുഖമല്ല നമ്മുടെ കൂടെയുള്ള ജീവിതം. അവര് എവിടെയെങ്കിലും സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ ജീവിക്കുക, ആർട്ടിക്കിൽ ജീവിക്കുക, ആൽപ്സിൽ ജീവിക്കേണ്ട ജീവിയൊക്കെ എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുക. അതുപോലെ പേർഷ്യൻ ക്യാറ്റ്സിനും അതേ ഇവിടെ പറ്റുകയില്ല. ഇത് എന്തിനാണ് ഇതിനെ ഇങ്ങനെ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിങ്ങനെ ഡമ്പായിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലെ, ഒരു അനക്കവും ഇല്ല, ഒരു പാവ. ഇവിടെ ഇപ്പൊ ഇങ്ങനെ വെച്ചാൽ ഈ മൊത്തം ഉടനീളം സെഷനിൽ അത് അനങ്ങൂല, അത് അവിടെ ഇരിക്കും. അതേസമയം മറ്റേ ക്യാറ്റ്സ് ആണെങ്കിലോ ഇരിക്കും അത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ദ്രോഹം തന്നെയാണ്. നമ്മുടെ പൊങ്ങച്ചത്തിന് വേണ്ടി നമ്മൾ ഈ ജീവികളെ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്. ഇത്തരം സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഒരുപാടധികം വിമർശനങ്ങൾ നേരിടേണ്ടി വരാറുണ്ടല്ലോ. ദിവസവും ഇങ്ങനെ ഓൺലൈനിൽ കൂടെയൊക്കെ ആയപ്പോൾ ഇപ്പോൾ ഒരുപാടധികം നേരിട്ട് നമ്മൾ ആക്രമിക്കാം എന്നുള്ള അവസ്ഥ. അതെ. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ വിമർശനങ്ങളെ മാഡം നേരിടുന്നത്? അയ്യോ, ഇപ്പൊ ഞാനത് വളരെ യൂസ്ഡ് ആണ്. ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം ആദ്യകാലങ്ങളിൽ തെറി പറയുമ്പോൾ വിഷമം തോന്നും, നമ്മുടെ പ്രൈവസിയിലേക്കൊക്കെ കടന്നു കയറ്റി. ഇപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല. കാര്യം ഇപ്പം ഇതൊരു സോഷ്യൽ സ്ട്രക്ചറാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം മനുഷ്യര് ഇപ്പോൾ ഒരാൾ പറയുന്നത് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ആൾക്കാർ തെറി അങ്ങ് പറയുകയാണ്. കാര്യം ആ ഒരു ഫ്രീഡം അതിനകത്ത് കിടക്കുകയാണ്. തെറി പറഞ്ഞിട്ട് പോവാം. ഒരു പരിചയം വേണ്ട. ഈ സ്ത്രീ ആരാണ്, എന്താണ് അവരുടെ ജീവിത പശ്ചാത്തലം, എന്താണ്, അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ഇന്റഗ്രിറ്റി ഉണ്ടോ, അതൊന്നും ഒരു ക്വസ്റ്റ്യൻ അല്ല. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ കേട്ടു, അതുകൊണ്ട് ദാ കിടക്കുന്നു, തെറി പറഞ്ഞിട്ട് പോവാം. അപ്പൊ ഞാൻ ഇമ്മ്യൂണാണ്. നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ? പൂമാല പൂങ്കുഴലി. ഇത് നീലപ്പൊന്മാൻ എന്നുള്ള ചിത്രം, സലീൽ ചൗധരി വയലാർ രചന, ജാനകി പാടിയത്. ഇത് സലീൽ ചൗധരിയുടെ ആ വളരെ വളരെ ടിപ്പിക്കൽ ഒരു പാട്ടാണ്. ആ ഒരു വങ്കനാടിന്റെ ആ ഫോക്ക് ലോറും തുഴയുമ്പോഴുള്ള ആ പാട്ടും ആ ഒരു പാശ്ചാത്യവും ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ക്ലാസിക്കും എല്ലാം കൂടെ ചേർന്നതാണ്. ഇത് കേട്ടാൽ അപ്പം ഞാനൊരു കാടിനകത്തെത്തും. നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ മാഡം കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു ജീവിത പാഠം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ് ആണ്. ബി ഓപ്പൺ ടു ദ ലൈഫ്. ഞാൻ ഇങ്ങനെ ജീവിക്കൂ എന്ന് വെക്കരുത്. ഞാൻ ഇപ്പോൾ തന്നെ നേർവര പോലെ ഞാൻ പഠിച്ചു, കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, ഞാൻ റിട്ടയർ ചെയ്തു, കുറേ കാര്യങ്ങൾ ചെയ്തു, അങ്ങനെയല്ല. ജീവിതം എന്താണോ കൊണ്ടുവരുന്നത് അത് നല്ലതോ ചീത്തയോ നന്മയോ തിന്മയോ എന്തോ ആയിക്കോട്ടെ, അതിനോട് നമ്മൾ പ്രതികരിക്കരുതെന്നല്ല. പ്രതികരിക്കാം, അത് നമ്മുടെ റൈറ്റാണ്. പക്ഷെ ആ ഒരു എന്താ പറയുക, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ഇതുപോലെ അങ്ങ് പോകണം, അങ്ങനൊന്നുമല്ല. ഇതുപോലൊന്നും പോകണ്ട, കുറേ വരട്ടെ. എന്തായാലും കുറച്ചു കാലല്ലേ ഉള്ളൂ. നമ്മള് 90 വയസ്സ് വരെ ജീവിക്കുന്ന ആളും എത്ര ദിവസം ജീവിക്കും? വളരെ കുറച്ച് ദിവസമല്ലേ ജീവിക്കുന്നുള്ളൂ. ആ ജീവിതത്തിനകത്ത് നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം. മാക്സിമം കാര്യങ്ങൾ വരട്ടെ, മാക്സിമം നമുക്ക് കാണാം, കേൾക്കാം. നല്ലതും വരട്ടെ, ചീത്തയും വരട്ടെ, എല്ലാം വരട്ടെ. പക്ഷെ നമ്മുടെ ഒരു അടിസ്ഥാന സ്വത്വം ഉണ്ടല്ലോ, ആ സ്വത്വത്തിൽ നിൽക്കണം. ആ സ്വത്വം വിട്ടുകളയരുത്. അത് എന്താണെന്നുള്ളത് അവനവന് മാത്രമേ അറിയുള്ളൂ. അവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം വരികയും പോവുകയും ചെയ്യുന്നത് വന്നു പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം. കരയേണ്ടടുത്ത് കരയുക, ചിരിക്കേണ്ടടുത്ത് ചിരിക്കുക, ദേഷ്യം വന്ന് ബഹളം കൂട്ടേണ്ടടുത്ത് ചെയ്യണം അത്. പക്ഷെ അത് ചെയ്യുമ്പോഴും നമ്മുടെ അകത്തൊരു നിർമ്മമത്വം വേണം. അതേസമയം നമ്മൾ ഒന്നിനെയും അടയ്ക്കണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവനവനായിട്ടിരിക്കുന്ന സമയത്തും നമ്മൾ ജീവിതത്തോട് ഓപ്പൺ ആയി തുറന്ന സമീപനം നടത്തുക. അത് നമ്മളോട് മാത്രമല്ല, എല്ലാ മനുഷ്യരിലും സാധ്യതകളുണ്ട്. എല്ലാവരും നമ്മുടെ സാധ്യതയാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും നമ്മൾ ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ത്രീപക്ഷ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇന്നത്തെ സ്ത്രീയോട് പറയാനുള്ള കാര്യം എന്താണ്? സ്ത്രീ ആയിട്ട് മാത്രം ചുരുങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉടലാണ്. നമ്മുടെ ഉടല്, നമ്മുടെ മനസ്സ്, അത് മാത്രമല്ല നമ്മൾ ശരിക്കും ഒരു ജീവനാണ്. അപ്പൊ ജീവൻ അനന്ത സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് പുരുഷനായിട്ടും പെരുമാറാം, സ്ത്രീയായിട്ടും പെരുമാറാം, ഈ പറഞ്ഞ മൃഗമായിട്ടും പെരുമാറാം, മരമായിട്ടും പെരുമാറാം. നമ്മുടെ അനേകമായിട്ടുള്ള നമ്മുടെ പോസിബിലിറ്റീസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. എന്നാൽ നിങ്ങൾ സ്ത്രീ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഏറ്റവും ഭയങ്കര ബ്യൂട്ടി. നമുക്ക് സ്ത്രീ അല്ലാതാവാൻ ഇനി പറ്റില്ലല്ലോ. നമ്മൾ സ്ത്രീ ആയിട്ട് ജനിച്ചു, നമ്മൾ സ്ത്രീ സ്വത്വത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു.
അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് വേണ്ടി മാത്രം നിലകൊള്ളാതെ എല്ലാറ്റിനും വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ്. പരിഭാഷ എന്ന് പറയുന്നത് ഇപ്പോൾ കേവലം ഒരു ഭാഷാ മാറ്റം മാത്രമല്ലല്ലോ, അതൊരു സംസ്കാരത്തിന്റെ കൈമാറ്റം കൂടെയാണല്ലോ. ഇപ്പൊ മലയാള വിവർത്തന ശാഖയുടെ ഇന്നത്തെ വളർച്ചയെ എങ്ങനെ വിലയിരുത്തുന്നു? ഞാനിപ്പോൾ വിവർത്തന കൃതികൾ വായിക്കുമ്പോൾ ഒരുപാട് വിവർത്തകരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ആൾക്കാർ ഭാഷയിൽ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. മൊഴിമാറ്റം നടത്തുമ്പോൾ ഭയങ്കര റാൻഡമായിട്ട് ചെയ്യരുത്. ഇപ്പൊ നമ്മളൊരു പുസ്തകം എടുക്കുമ്പോൾ ഇപ്പൊ ജാപ്പനീസ് ആണ് ഭാഷ എടുക്കുന്നത്, നമ്മൾ ജപ്പാന്റെ സംസ്കൃതിയെക്കുറിച്ചൊന്നും ഇപ്പൊ വായിക്കേണ്ട ആവശ്യം പോലും ഇല്ല. വി ക്യാൻ ആക്ച്വലി സീ ഇറ്റ്, വിഷ്വലി അവൈലബിൾ ആണ്. നമ്മുടെ ആ സംസ്കാരത്തെക്കുറിച്ച് പരിചയപ്പെടണം. അതിന്റെ വേറെ കൃതികൾ വായിക്കണം, കവിതകൾ, പ്രത്യേകിച്ച് കവിതകൾ വായിക്കും. ഞാനിപ്പോൾ ഒരു നോവൽ, ജാപ്പനീസ് നോവൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ജപ്പാനിലെ കവിതകൾ വായിക്കുക, തമാശകൾ വായിക്കുക. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഗ്ലിംസ് കിട്ടും. ചുമ്മാ തുറന്നു വെച്ച് എഴുതരുത്. മൊഴിമാറ്റം എന്ന് പറയുന്നത് അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര ബോറാണ്. ഓരോ ഭാഷയ്ക്ക് ഒരു സ്ട്രക്ചറുണ്ട്. സ്ട്രക്ചർ ഭയങ്കര ലൂസായിരിക്കണം. പക്ഷെ കാര്യം കണ്ടന്റ് അതിനകത്ത് വേണം. കണ്ടന്റ് നമ്മളെ എങ്ങനെ അത് ബാധിച്ചോ അതേപോലെ ഞാൻ മലയാളത്തിൽ എഴുതുമ്പോഴും മറ്റേയാളെ ബാധിക്കണം. അപ്പൊ അതിന് നമ്മൾ സ്ട്രക്ചറിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. സ്ട്രക്ചർ വിട്ടുകളയുക, എഴുത്തിന്റെ ഭാഷയുടെ ശക്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക, ആ സംസ്കാരത്തെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അടുത്ത പാട്ട് പോക്കുവെയിൽ പൊന്നുരുകി എന്നുള്ള പാട്ടാണ്. ചില്ല് എന്നുള്ള ചിത്രത്തിൽ വേണു നാഗവള്ളിയെ മാത്രം ഓർമ്മ വരുന്നൊരു പാട്ടാണ്. എം പി ശ്രീനിവാസൻ, രചന ONV, പാടിയത് യേശുദാസ്. വിവർത്തനം ചെയ്യുന്ന കൃതികളിലെ ആത്മാവിനെ തൊട്ടറിയുന്നത് പോലെ തന്നെ ജീവിതത്തിൽ താൻ വിശ്വസിക്കുന്ന നിലപാടുകൾക്കായി ഉറച്ചു നിൽക്കാനും അനീതിക്കെതിരെ ശബ്ദമുയർത്താനും പ്രകൃതിയെയും സഹജീവികളെയും സ്നേഹിക്കാനും തുടർന്നു വരുന്ന സാഹിത്യ സാമൂഹിക ഇടപെടലുകൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. തിരക്കുകൾക്കിടയിലും വന്ന് ഇത്രയും വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവച്ചതിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം ആശ. ആകാശവാണിക്ക് പ്രത്യേകം നന്ദി. നന്നായിരിക്കട്ടെ എല്ലാം. എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗമാണ് ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളിൽ ഇതുവരെ കേട്ടത്. ഞാൻ എൻ്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.